ഇറാഖ് സൗദി അറേബ്യയെ ആക്രമിച്ചു. ഹൂത്തികളും സൗദിയും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ തുടരുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് ശാന്തതയുണ്ട്. ഏറെക്കുറെ മിഡിൽ ഈസ്റ്റ് ശാന്തമായപ്പോൾ പിന്നെ ഹൂത്തികളുമായി ബന്ധപ്പെട്ട വിഷയവും സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ മറ്റൊരു യുദ്ധ കാഹളവും യുദ്ധരീതിയുമായിട്ട് മാറിയിരിക്കുന്നത്. അതോടൊപ്പം ഹൂത്തികളുടെയും സൗദിയുടെയും വിഷയത്തിൽ ഇടപെടാനില്ലെന്ന് ട്രംപ് പറഞ്ഞത് വലിയ രീതിയിലുള്ള ഒരു അതിശയോക്തിയായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ രണ്ട് വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അഥവാ ട്രംപിൻ്റെ വലിയ പൊടുന്നനെയുള്ള ഒരു മനംമാറ്റം, അതോടൊപ്പം ഇറാഖ് സൗദിയെ ആക്രമിക്കുന്നത്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹൂത്തികളും സൗദിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാഖിലുള്ള ഷിയ മിലീഷ്യ വിഭാഗം സൗദി ആക്രമിച്ചത് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് മുമ്പത്തെ ആളുകളൊക്കെ പറയുന്ന പോലെ അറ്റ കണ്ണിയുമില്ല, വീണ നിലവുമില്ല. ഇതാണിപ്പോൾ അമേരിക്കയുടെ അവസ്ഥ. ഒരു രാജ്യത്തെയും തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം നിലവിൽ അമേരിക്കക്ക് ചോർന്നു പോയിരിക്കുന്നു. ആയുധത്തിൻ്റെ കുറവ് പോലും ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ 5-8 വർഷത്തോളം സൗദി അറേബ്യയും യമനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികളുമായി ഏറ്റുമുട്ടിയതാണ്. അത് സൗദി മാത്രമല്ല, UAE ഉണ്ടായിരുന്നു. സംയുക്തമായ രീതിയിൽ അവിടെ സ്ഥിരമായിരിക്കുന്ന അന്താരാഷ്ട്ര ഈ UN സഭ അംഗീകരിച്ച ഒരു ഗവൺമെൻറ് സംവിധാനം യമനിലുണ്ട്. ഈ ഷിയ മിലിഷ്യയുടെ വിഭാഗമായിരിക്കുന്ന ഹൂത്തികൾ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക സംഘമായി അവിടെ തലസ്ഥാനമായിരിക്കുന്ന സന പിടിച്ചെടുത്തു. രാജ്യം പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നു. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അറിയാം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരണം എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കാത്തൊരു കണ്ണിയായിട്ട് നീങ്ങുന്നതാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് സൗദി അറേബ്യയുടെ സഹായം തേടി സൗദി അറേബ്യ സഹായിക്കാൻ നേറ്റു. പിന്നീട് സൗദിയും ഹൂത്തികളും തമ്മിലായി പ്രശ്നം. അത് സങ്കീർണമായിരിക്കുന്ന വിഷയമായി. സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗത്ത് പോലും ഹൂത്തികളുടെ മിസൈൽ വീണ് പൊട്ടി എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. അപ്പോൾ നിയന്ത്രണം വിട്ട രീതിയിലൂടെ യാത്ര ചെയ്യുന്നൊരു സ്ഥിതി, കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നെ ശാന്തമായി. ഇപ്പോൾ 2023 ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തോടനുബന്ധിച്ച് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാവുകയും കഴിഞ്ഞതൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഒരു ചരിത്രം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയ ഒരു കാലത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ളൊരു കരാർ വ്യവസ്ഥയോട് രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം തീർന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് മീഡിയകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ ഇറാനിൽ നിന്ന് യമനിലേക്ക് വന്ന വിമാനം സന ഭാഗത്തെത്തിയ സമയത്ത് ഇറാൻ്റെ വിമാനം അതിനെ വെടിവെക്കുകയോ അല്ലെങ്കിൽ വഴിതിരിച്ച് പോകാൻ പറയുകയോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകാശ നിരീക്ഷണം നടത്തുന്ന സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങളാണ് സന എയർപോർട്ടിലേക്ക് വന്ന ഈ ഇറാൻ്റെ വിമാനത്തെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചത്. അത് അഭ്യർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വിഷയമുണ്ടായി. ആകാശ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യക്ക് അധികാരമില്ലെന്ന് യമനിലെ ഹൂത്തികൾ പറഞ്ഞു. ആ വിമാനം പറയപ്പെട്ട എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആകാശ മധ്യേ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വഴക്കും പ്രശ്നങ്ങളും അത് തങ്ങളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഹൂത്തികൾ പറഞ്ഞത്. അതോടുകൂടി പിന്നെ അവർ തമ്മിൽ സംഘർഷാവസ്ഥയായി, ഏറ്റുമുട്ടലായി, അക്രമമായി, പിന്നീട് മിസൈൽ പായിക്കുന്നു, മിസൈൽ പ്രതിരോധിക്കുന്നു, ആ രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ നീങ്ങി എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഇറാഖിൽ നിന്ന് സൗദി അറേബ്യ ആക്രമിച്ചു. ഇത് പറയുന്ന സമയത്ത് യമൻ സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഖത്തർ സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഖത്തറിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അറാർ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഒരു മരുഭൂമി പ്രദേശം പോലെയുള്ള ഒരു നഗരമാണ്, ഗ്രാമീണ നഗരമാണ്. അതിൻ്റെ അതിർത്തിയാണ് ഇറാഖ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഈ അറാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അൽമറായി കമ്പനിയിൽ ഞാൻ ജോലി ചെയ്ത സമയത്ത് അറാറിലായിരുന്നു. അറാറിന് ഏകദേശം 2 കിലോമീറ്റർ പോയാൽ നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്ററോളം പോയാൽ പിന്നീട് സൗദി അറേബ്യയുടെ ബോർഡറാണ് ഇവരെ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിയുടെ സുരക്ഷാ മതിൽ വരെ സൗദിയുടെ അക്കാമയുള്ള ഒരാൾക്ക് പ്രവേശനമുണ്ട്. അവിടെ വരെ പോകാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമിയാണ്, ആരുടെയും അവകാശമില്ലാതെ. പക്ഷേ ഹൈവേ റോഡുണ്ട്. ഒരു ഹൈവേ റോഡ് സ്ട്രൈറ്റായിട്ട്
അറാറിൽ നിന്ന് ഇറാഖിലേക്കുണ്ട്. ഈ 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗേറ്റ് വരും. ആ ഗേറ്റ് ഇറാഖിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഗേറ്റാണ്. അപ്പോൾ ഇത് കടന്നിട്ട് വേണം അങ്ങോട്ട് വരാൻ. അഥവാ ഈ അറാറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഖത്തറിലെ ലൈറ്റും ഖത്തറിൻ്റെ നഗരങ്ങളും വാഹനങ്ങളും പോകുന്നത് ഏകദേശമൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇറാഖിൽ നിന്നാണ് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം ഉണ്ടായത്. എന്നാൽ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇത് നിഷേധിച്ചു എന്നുള്ളതാണ്. നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. സൗദി അറേബ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചടിച്ചാൽ അവർ ഖേദിക്കേണ്ടി വരും. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അത് ഭയാനകരമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം ഏതാണെന്നുള്ളത് അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ അല്ലെങ്കിൽ ഈ പ്രവൃത്തി ഒരുപക്ഷെ ഇസ്രായേലായിരിക്കും ചെയ്യുക. അവർ എന്ത് ചെയ്യുന്നവർ, അവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണ്. ഇങ്ങനത്തെ ഒക്കെ അവസരം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അറിയാം, ഈ അറാംകോ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം, അത് 1.5 മാസം മുമ്പ് നടത്തിയിരിക്കുന്ന ആക്രമണം 2 പ്രാവശ്യം അറാംകോ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി. അത് ഇറാൻ്റെ ആ ചൂടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ആ സമയത്താണ് ആക്രമണം നടത്തിയത്. പക്ഷേ പൊടുന്നനെ ഇറാൻ പറഞ്ഞു, അറാംകോ റിഫൈനറി തങ്ങൾ ആക്രമിച്ചിട്ടില്ല, തങ്ങൾ ആക്രമിച്ച അമേരിക്കയുടെ സൈനിക ബേസ് മാത്രമാണ്. അത് പറഞ്ഞതോടുകൂടി വിഷയത്തിൻ്റെ റൂട്ട് മാറി. പിന്നീട് അത് അന്വേഷണമായി. അത് അന്വേഷണത്തിൽ പിന്നീട് ഏറെക്കുറെ അഭിപ്രായം പുറത്ത് വന്നത്, ഔദ്യോഗികമാർക്ക് റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നിട്ടില്ല, ആ പ്രവൃത്തി ഇസ്രായേലാണ് ചെയ്തത് എന്നുള്ളതാണ്. കാര്യം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തിക രംഗത്ത് അറേബ്യൻ രാജ്യങ്ങളെ തകർക്കുക എന്നുള്ളതും സൈനിക രംഗത്ത് ഇറാനെ തകർക്കുക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലത്തുള്ള ആഗ്രഹമാണ്, താല്പര്യമാണ്. ആ താല്പര്യത്തിനനുസരിച്ചിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളി കളിച്ചാൽ അത് ശത്രുവാണെന്ന് മനസ്സിലാക്കും. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് ഏകോപനത്തോടു കൂടി ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്ന് എല്ലാ കാലത്തും ഇസ്രായേൽ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് അവർ തിരക്കഥയും സംഭാഷണങ്ങളൊക്കെ എഴുതി തയ്യാറാക്കുന്നത്. അമേരിക്ക ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ, അമേരിക്ക അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം ചെയ്യുന്നത് ഈ ബാലശപിള്ള പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാം ഇസ്രായേലാണ്, പ്രവൃത്തി മാത്രം അമേരിക്ക ചെയ്യുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അമേരിക്ക കൈവിട്ടുപോയി. ഇപ്പോൾ ഇറാഖിലെ കുർദ് കേന്ദ്രങ്ങൾ, കുർദ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കുർദ് കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് രണ്ടും സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വെടിവെപ്പ് കാര്യങ്ങളൊക്കെ നടന്നായിരിക്കുന്ന, ഈ ശബ്ദങ്ങൾ കേട്ടതായിരിക്കുന്ന റിപ്പോർട്ട് സ്ഥിരീകരിച്ചതായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് സംഘർഷാവസ്ഥ വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ വിഷയത്തിൽ ഇടപെടാതെ, ഹൂത്തികളുടെയും സൗദിയുടെയും വിഷയത്തിൽ ഇടപെടാത്തത് എന്നാണ് പറയുന്നത്. ഒരു യുദ്ധ വിഷയത്തിൽ ഒരു മധ്യസ്ഥത റോളോ അല്ലെങ്കിൽ ഒരു സഹായത്തിൻ്റെ റോളോ കിട്ടിയിട്ട് അത് വേണ്ട എന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഒരു രാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിക്കാനും അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാനും അവസരം കിട്ടുന്ന സമയത്ത് ഓടിപ്പാഞ്ഞ് അത് കയറിപ്പിടിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. അത് ഏത് രാജ്യമാണെങ്കിലും അവർക്ക് കയറാൻ പറ്റുന്നൊരു വേദി ഉണ്ടെങ്കിൽ അവർ കയറിപ്പിടിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഹൂത്തികളും സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അവസരം അമേരിക്കക്ക് വന്ന് കിട്ടിയിട്ട് അമേരിക്ക അത് ഒഴിവാക്കുന്നു, തട്ടിത്തെറിപ്പിക്കുന്നു. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ, രണ്ട് രാജ്യത്തിൻ്റെ ഇടയിലാണ്. കാര്യം അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വയം അഭിമാനം നടിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര യുദ്ധത്തിൽ ഞാൻ അധികാരത്തിലേറിയ ശേഷം 12ഓളം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ട്രംപ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തല്ലോ. ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ കാര്യം അവരവർ തന്നെ നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇത് ഏത് രീതിയിൽ തട്ടി വെച്ച് നോക്കിയാലും നിലവിൽ അമേരിക്കയുടെ രാഷ്ട്രീയ ശത്രു രാജ്യമായിരിക്കുന്ന ഇറാനിലേക്കാണ് എത്തുന്നത്. ഹൂത്തികളുടെ പോയാലെത്തുന്നത് ഇറാനിലേക്കാണ്. ഇറാഖിൻ്റെ ഷിയ മിലീഷ്യകളുടെ പോയാലെത്തുന്ന ഇറാനിലേക്കാണ്. ഇനി ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിലൂടെ പോയാലും അങ്ങനെ തന്നെയാണ് എത്തുന്നത്. ഇനി പാലസ്തീൻ ഹമാസിലൂടെ പോയാലും ഇറാനിലേക്കാണ് എത്തുന്നത്. എല്ലാം അടിഞ്ഞുകൂടുന്നത് ഇറാനിലാണ് എന്നതിനാലും ഇറാനുമായി വലിയ രീതിയിലുള്ള യുദ്ധം ഇപ്പോൾ അമേരിക്ക നടത്തിയിട്ട് തൊപ്പിയിട്ട് ക്ഷീണിച്ച് അവശനായി ഞങ്ങൾ യുദ്ധത്തിലില്ല എന്ന് പറയുന്ന രീതിയിൽ 2-3 ദിവസം ഇപ്പോൾ യുദ്ധം തന്നെ ചെയ്തിട്ട്
ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഹൂത്തിയുടെയും സൗദിയുടെയും വിഷയത്തിൽ ഇടപെടുക? യഥാർത്ഥത്തിൽ പല്ലുപോയ സിംഹമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു, വെടികൊണ്ട സിംഹമായിട്ട് ഇറാനും മാറിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യാവസ്ഥകൾ നിലനിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.